Good morning my dear friends. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു ടൂറ് പോവാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ A2Bയിൽ കയറിയിട്ടുണ്ട്. കുട്ടികളും ഇപ്പോഴും സുഖമായിട്ട് വണ്ടിയിൽ കിടന്ന് ഉറങ്ങാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. 4-5 തവണ മുന്നേയും പോയിട്ടുണ്ട്. ഇപ്പോൾ ഊട്ടിയിൽ നല്ല തണുപ്പും കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കിട്ടിയത്. അപ്പോൾ തണുപ്പൊന്ന് എൻജോയ് ചെയ്യാം. പിന്നെ ഇനി കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളും തുടങ്ങാൻ പോകുമല്ലേ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുട്ടികൾക്ക് ഒരു മൈൻഡ് ഫ്രഷനപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി ഇതിനിടയ്ക്ക് ആ ടൂറിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതും കൂടി മനസ്സിൽ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കണ്ടിന്യൂസ് എക്സാം ആയിരുന്നു മൂത്തോൾക്ക്. അപ്പോൾ അതിന് ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ അതൊരു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ബിഫോർ സ്റ്റാർട്ടിങ് ആ ബോർഡ് എക്സാം നമുക്ക് എന്തായാലും ഇനി 21-നാണ് അവൾ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മെയിൻലി സ്റ്റേക്കേഷൻ തന്നെയാണ് പ്ലാൻ. ഇന്ന് പറ്റിയെങ്കിൽ ചിലപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ഊട്ടി എത്തിയിട്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും 1-2 ലൊക്കേഷൻ നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വർഷം മക്കൾക്ക് അവിടെ ഫുഡ് പോയ്സണിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ട് കുറേ ഡെസ്റ്റിനേഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം കവർ ചെയ്യാൻ പറ്റാത്ത ഡെസ്റ്റിനേഷൻസ് ഈ തവണ നമ്മൾ കവറപ്പ് ചെയ്യണം എന്നാണ് നമ്മളെ ആഗ്രഹം. ഫോർ എക്സാമ്പിൾ ഊട്ടി ലേക്ക്, റോസ് ഗാർഡൻ, ഏതൊരു ഓൺ ദ വേ ദർ ഇസ് എ സ്മോൾ പാർക്ക്. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ പാർക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കവർ ചെയ്യേണ്ടത്. കവർ ചെയ്ത് ബൊട്ടാനിക്കൽ പാർക്ക് പോലത്തെ സംഭവങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നില്ല. അത് വെച്ചാൽ ബിക്കോസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി കവേർഡ് ഇൻ ദ ലാസ്റ്റ് വീഡിയോ. ആൻഡ് കുട്ടികൾക്കും ഇപ്പോൾ സ്പെഷ്യലി ഫുഡ് പോയ്സണിങ് അതിന് ശേഷം കുട്ടികൾക്ക് ഊട്ടീനെ കേൾക്കുമ്പോൾ തന്നെ പോകാൻ താല്പര്യമില്ല. ബട്ട് നല്ലൊരു കൂളിങ്ങുള്ള സ്ഥലമാണ്. ആ ഒരു ധാരണയിൽ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് നമ്മൾ മേട്ടുപ്പാലയം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹാർഡ്ലി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റേഴ്സാണ് നമുക്ക് നമ്മളെ ലൊക്കേഷനിലേക്കുള്ള. ഓക്കെ, റൂം ഈസ് ഓൾറെഡി ബുക്ക്ഡ്. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആസ് യൂഷ്വൽ A2Bയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ്സ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ സ്വീറ്റ്സും കഴിച്ചു. അപ്പോൾ അങ്ങനെ മേട്ടുപാലയത്തെ നമ്മൾ ബ്ലാക്ക് തണ്ടറിൻ്റെ ഭാഗം പിന്നെ നമ്മൾ ക്രോസ് ചെയ്തു. നമ്മളങ്ങനെ മെല്ലെ മുന്നോട്ട് പോവാണ്. ഇവിടെ ഇപ്പോൾ ബോർഡ് കണ്ടിട്ടായിരുന്നു ഊട്ടി 46 കിലോമീറ്റേഴ്സിനാണ് കണ്ടത്. നമുക്ക് ധാരാളം മലയാളി നമ്മൾ കേരള വണ്ടികൾ കാണാനുണ്ട്. അപ്പോൾ സ്പെഷ്യലി ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കാരണമുണ്ടേ. അപ്പോൾ ആൾക്കാർ കിട്ടിയ ടൈമിൽ ആൾക്കാർ ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ കച്ചവടങ്ങൾ ഇപ്പോൾ കാണാണ്ട് സൈഡിൽ ഇപ്പോൾ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കച്ചവടങ്ങളായിരിക്കും ഇത്. അപ്പോൾ ഇവിടുന്നൊക്കെയാണ് നമ്മൾ ചുരം തുടങ്ങിയില്ലെന്ന് അറിയില്ല. ഹമ്പുണ്ട് ഇവിടെ. ശർക്കര വിൽക്കുന്ന കച്ചവടമാണ് ഇവിടെ. ദീസ് ആർ ഓൾ ഡിപ്പെൻഡൻറ്റ് നമ്മൾ ടൂറിസ്റ്റിനെയാണ് അവരെല്ലാം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ കേട്ടോ. ഓക്കെ, ഇനി വഴിയിൽ പോകുന്നതനുസരിച്ച് ഞാൻ നിങ്ങളായിട്ട് വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, കാലാർ ചെക്ക് പോസ്റ്റ്. ഇവിടെ ടോൾ ഗ്രീൻ ടാക്സ് ഫോർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് പർട്ടിക്കൽസ് ആണോ എന്ന് അറിയില്ല, സർക്കാരിൻ്റെ തന്നെ ആയിരിക്കും, എന്താ സംഭവം എന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ടികൾ നോക്കുന്നുണ്ട്. നമ്മളും ഇങ്ങനെ നമ്മളെ പിടിക്കുന്നില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നമ്മളതിന് 30 റുപ്യ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ചിലപ്പോൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക്സും കാര്യങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സിസ്റ്റം ആയിരിക്കും ഇത്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ മൗണ്ടൻസും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഓൺ ദ വേ കട്ടേരി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷം കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം മക്കൾക്ക് ഫുഡ് പോയ്സണിങ് വന്ന കാരണം നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. ഓക്കെ, അപ്പോൾ ദിസ് ടൈം നമ്മൾ എന്തായാലും ഈ പാർക്ക് ഒന്ന് കവർ ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കുറച്ച് കാലം മുന്നെയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ചെറിയൊരു ഔട്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ടിക്കറ്റും കാര്യങ്ങളും എടുക്കാം. Then I will show you the inside of the park. Okay, so let's go. ഫ്രണ്ട്സ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയ ആണ് ഇത് കാണുന്നത്. നമുക്ക് മേലെ പോയിട്ട് തന്നെ ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. മേലെ ആണോ അടിയിലാണോ? മേലെ തന്നെയാണ്, ടിക്കറ്റ് കൗണ്ടർ മേലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് 3-4 കൊല്ലമല്ല കേട്ടോ, അറൗണ്ട് 7 ഇയേഴ്സ് ബാക്കാണ്. ഇപ്പോൾ വൈഫ് പറയാം, അല്ല 4 കൊല്ലമല്ല 6-7 കൊല്ലമായി എന്നാണ് പറഞ്ഞു. കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടിരിക്കാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ് എടുത്തു. വലിയവർക്ക് 20 റുപ്യ, കുട്ടികൾക്ക് 10 റുപ്യ. 10 വയസ്സിൻ്റെ 10 അപ് ടു 10, 5 to 10 ആണ് 10 റുപ്യ. പിന്നെ കാർ പാർക്ക് ചെയ്യാൻ 40 റുപ്യാണ് ദേ ആർ ചാർജിങ്. പൂക്കൾ വെച്ച് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു, സീസൺ ടൈം ആയി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം എന്തോ അവർ നട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ ചേട്ടൻ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. കൂളിങ് ആയി തുടങ്ങിയിട്ടോ ഫ്രണ്ട്സ്. നേഹ, കൂളിംഗ് ആയി തുടങ്ങിയില്ലേ ചെറുതായിട്ട്? നമുക്ക് കുറച്ച് ദൂരത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടീ പ്ലാന്റേഷൻ അപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നടക്കാൻ മുന്നോട്ട്. ഓ, ഇവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ സംഭവമുണ്ട്. ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. സീസൺ ടൈമൊന്നും അല്ലാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ചെടികൾ ഇല്ല കേട്ടോ ഫ്രണ്ട്സ്, എല്ലായിടത്തും റീപ്ലാന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എല്ലായിടത്തും അത് മണ്ണ് ഇങ്ങനെ ഇളക്കിയിട്ടിട്ടുള്ള, അതെല്ലാം മണ്ണ് ഇളക്കിയിട്ടൊക്കെയാണ് പുതിയതായി ചെടികൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ചേച്ചിമാരും പണിയെടുക്കുന്നത്. ഇവിടെ ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് അവിടെ കാണുന്നത്. സംഭവം കാറ്റ്, തണുപ്പുണ്ട്. ഓ, അതിന് മേലെ ഇപ്പോൾ നമ്മൾ വണ്ടി അത്ര ദൂരത്തേക്ക് മേലെ എത്തണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ കുട്ടികൾ നമ്മൾ ആ പാർക്കിലേക്ക് പോവാണ്. നല്ല രസമല്ല. ഊട്ടിക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. ഊട്ടി എത്തിയിട്ടില്ല, ഇനിയും കുറച്ച് ദൂരം വണ്ടി ഓടിക്കാനുണ്ട്. ആദ്യം കൂനൂർ എത്തും, കൂനൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഊട്ടിക്ക് ഡ്രൈവ് ചെയ്യാൻ. ഫ്രണ്ട്സ്, നമ്മൾ ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടി ചെറിയൊരു അരുവി ഒഴുകുണ്ട്. സൗണ്ട് കേൾക്കാണ്ട്, സംഭവം കാണാനില്ല. സംഭവം ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കാൻ രസമായിരുന്നു. ഓ, നമ്മളെ ഊട്ടി ട്രെയിനായിരിക്കും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക, മരത്തോണ്ടേ.
സംഭവം അരുവി ഇവിടുന്ന് ചെറുതായി കാണാൻ കിട്ടുക ഫ്രണ്ട്സ്. ബട്ട് അത് ക്യാമറയിലൊന്നും ചെയ്യണേ കാണില്ല. സംഭവം കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ഓ സംഭവം ഇത് നിങ്ങൾക്ക് കാണാനുണ്ടോ അവിടെ? ഇത് നമ്മളെ ഊട്ടി ട്രെയിൻ. ഈശ്വര, ഞാനൊരു സ്റ്റെപ്പേ കണ്ടില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ആരും ഒട്ടടിക്ക് ശ്രദ്ധിക്കില്ല. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ കട്ടയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയ കാരണം നമുക്ക് ടൈമുണ്ട്. അത് കാരണം എല്ലാം നമുക്ക് സ്ലോലി കണ്ടിട്ട് പോവാം. പാർക്ക് ഒരുവിധം കഴിഞ്ഞു തുടങ്ങി. പണ്ട് ഇവർക്ക് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെയിൽവേസിൻ്റെ, ഇന്ത്യൻ റെയിൽവേനെ എഴുതിയിട്ട് ചിലപ്പോൾ ഇവർക്ക് ഇതിന് ടോയ് ട്രെയിനോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും പണ്ട്. സംഭവം വലിയ കാര്യമില്ല ഇവിടേക്ക് വരുന്നത്, പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. ഫ്രീ ടൈമിന് ഇങ്ങനെ വരാമെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് അവർ വന്നിട്ട് സമയമില്ലാത്ത ആൾക്കാർ ഇങ്ങോട്ട് വരണം എന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഓഫീസിലത്തെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഓഫീസിലത്തെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഓഫീസിലത്തെ വർക്കുകൾക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ ലാപ്ടോപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ കൈപിടിച്ചാൽ പോകാറ്. അപ്പോൾ നമ്മൾ ഓഫീസിലത്തെ വർക്ക് കഴിഞ്ഞു. എന്തായാലും ഈ പാർക്കിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ നടത്താൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോകാൻ. എന്നിട്ട് ഇവിടെ കുറച്ച് പൂവുണ്ടായി നിൽക്കണം, അത്ര തന്നെയല്ലോ. ഇവിടെ വേറെ സ്ഥലത്തും പോവില്ല. ഊട്ടി പോലത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര വെയിലത്ത് നിന്നാലും നമുക്ക് ചൂടറിയില്ല. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണല്ലോ. പറഞ്ഞില്ലേ, ഇപ്പോഴും ഊട്ടിക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 20 കിലോമീറ്റേഴ്സ് കാണും. കട്ടേരി പാർക്ക് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയിൽ നമ്മൾ അവിടെ റൂമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അടുത്ത വീഡിയോ അതായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ബൈ.